ജീവിതം ആസ്വദിക്കാൻ ചിലവില്ല. ജീവിതം ആസ്വദിക്കുന്നുണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാനാണ് കൂടുതൽ ചിലവ്. ജീവിതം ഒരു സൈക്കിൾ സവാരി പോലെയാണ്. വീഴാതിരിക്കണമെങ്കിൽ നമ്മൾ നീങ്ങിക്കൊണ്ടേയിരിക്കണം. നമ്മൾ എത്രമാത്രം സ്വന്തം എന്ന് കരുതി സ്നേഹിച്ചാലും എത്ര ആത്മാർത്ഥത കാണിച്ചാലും നമ്മൾ എപ്പോഴും അന്യരായി മാത്രം കാണുന്ന ചിലരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകും. ഇന്ന് നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് ഇന്നലെയേ വേണ്ട എന്ന് വെച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നിങ്ങളുടെ സ്നേഹത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരാളേക്കാൾ വിലമതിപ്പുണ്ട് നിങ്ങളുടെ പുഞ്ചിരിക്ക്. ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു പോരാളിയാണ് ക്ഷമ. കാരണം മിടുക്കനായ ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്തത് ക്ഷമയുള്ള ഒരാൾക്ക് നേടാനാകും. വാക്കുകളാണ് ബന്ധങ്ങളെ വളർത്തുന്നതും തളർത്തുന്നതും. വീണ്ടും വിചാരമില്ലാതെ തൊടുത്തെറിയുന്ന വാക്കുകൾക്ക് മൂർച്ച കൂടിയാൽ അത് ആഴത്തിൽ വന്നു പതിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഹൃദയങ്ങളിലേക്കാണ്. അവരിൽ പലർക്കും ക്ഷമിക്കാൻ കഴിഞ്ഞാലും മറക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. വന്ന് ഭവിച്ചതിനോളം വലുതൊന്നും ജീവിതത്തിൽ ഇനി വരാനില്ല എന്നതാണ് ഏറ്റവും വലിയ ധൈര്യവും കരുത്തും. കഴിഞ്ഞുപോയതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് അതിലും മികച്ച സാഹചര്യം കൺമുന്നിലെത്തുമ്പോൾ അത് പ്രയോജനപ്പെടുത്തുന്നതാണ്. നമ്മൾ മറ്റൊരാളുടെ പ്രേരണയാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാൻ അത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. ആദ്യം മറക്കുന്നവരാണ് ഏറ്റവും സന്തോഷവാന്മാർ. ആദ്യം ക്ഷമിക്കുന്നവരാണ് ഏറ്റവും ശക്തർ. ആദ്യം ക്ഷമ ചോദിക്കുന്നവരാണ് ഏറ്റവും ധീരൻ. നിങ്ങളുടെ സ്വന്തം മൂല്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ മറ്റുള്ളവർ നടത്തുന്ന അനാവശ്യ വിമർശനങ്ങൾക്ക് നിങ്ങളെ സ്പർശിക്കാൻ പോലും കഴിയില്ല. ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം. നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടിവരുന്നു. നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി. നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ശരികൾ ഉണ്ടാകും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ അവർക്കും ഉണ്ടാകണം. സന്തോഷം തേടി മറ്റുള്ളവരുടെ പുറകെ പോകാതെ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ ആസ്വദിക്കാൻ ശ്രമിക്കുക. മനസ്സിന് ഇഷ്ടപ്പെട്ടവരെ ചിലപ്പോൾ കാണാതെയും മിണ്ടാതെയും ഇരിക്കാൻ പറ്റും. പക്ഷേ ഓർമ്മിക്കാതെ ഇരിക്കാൻ ഒരിക്കലും കഴിയില്ല. മറ്റുള്ളവർ നമുക്ക് കൽപ്പിച്ച വില എന്താണെന്നറിയാതെ ഒരിക്കലും ആരിലേക്കും ആഴ്ന്നിറങ്ങി ചെല്ലാതിരിക്കുക. കാരണം അവർക്ക് നമ്മൾ ഒരുപക്ഷെ ഇടവേളകളിൽ ചിരി പടർത്തിയ കോമാളികൾ മാത്രമാകാം. നിങ്ങൾ കേൾക്കുന്ന എല്ലാ കഥകളും വിശ്വസിക്കരുത്. ഏതൊരു കഥയ്ക്കു 3 വശങ്ങളുണ്ട്. 1 അവരുടെ ഭാഗത്തു നിന്നുള്ള കഥ, 2 നിങ്ങളുടെ കഥ, 3 യഥാർത്ഥ സത്യം. ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ലാത്ത നിമിഷങ്ങളുണ്ടാകും. അന്നു മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങും, സ്വയം തീരുമാനിച്ചു തുടങ്ങും. ജീവിതം അതിലോലമായതാണ്. നിങ്ങൾക്കത് ഒരു തവണ മാത്രമേ ലഭിക്കൂ. അതിനാൽ ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്തുക.